സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ആദ്യമേ തന്നെ ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുകയാണ്. ഓരോ ക്രിസ്മസിനും നമ്മുടെ ചെവികളിൽ മുഴങ്ങേണ്ട, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ബൈബിൾ വചനമുണ്ട്. ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള 9-ാം അധ്യായം 5-ാം വാക്യം. നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കായി ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ അറിയപ്പെടും. സ്നേഹം നിറഞ്ഞവരെ, ഓരോ ക്രിസ്മസും നൽകുന്ന ഒരു സന്ദേശമുണ്ട്. സ്വർഗത്തിന് നഷ്ടപ്പെട്ടതിൻ്റെ സന്ദേശം, ഭൂമിക്ക് സമ്മാനം ലഭിച്ചതിൻ്റെ സന്ദേശം. സ്നേഹം നിറഞ്ഞവരെ, സ്വർഗത്തിന് നഷ്ടമായതും എന്നാൽ ഭൂമിക്ക് സമ്മാനം ലഭിച്ചതുമായ ആ ദിനത്തിൻ്റെ പേരാണ് ക്രിസ്തുമസ് എന്ന്. ദൈവം ഇത്ര കുഞ്ഞാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, ദൈവം ഇത്ര സിമ്പിളാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവം ഇമ്മാനുവലാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഏശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ ഇമ്മാനുവൽ എന്ന് അറിയപ്പെടും. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് അറിയപ്പെടും. എത്ര സുന്ദരമാണ് ഉണ്ണീശോ എന്ന സങ്കല്പം. അനേകം വിശുദ്ധർ ഉണ്ണീശോയെ തൻ്റെ സ്വന്തമായി കരുതിയിട്ടുണ്ട്. വിശുദ്ധ ജെറോമും വിശുദ്ധ കൊച്ചുത്രേസ്യയും വിശുദ്ധ ഫ്രാൻസിസും എല്ലാം അതിൽ ഉൾപ്പെടുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, യാത്രക്കാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ക്രിസ്റ്റഫറിൻ്റെ തോളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഉണ്ണീശോയുടെ ചിത്രം. അതുപോലെ തന്നെ വിശുദ്ധ അന്തോണീസിൻ്റെ രൂപത്തിൽ നാം കാണുന്നുണ്ട്. അന്തോണീസിൻ്റെ മുഖത്ത് നോക്കി എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണീശോയുടെ ചിത്രം. കർമ്മലീത്ത പാരമ്പര്യത്തിൽ ഉണ്ണീശോയുടെ മനോഹരമായ ചില വീക്ഷണങ്ങൾ നാം കാണുന്നുണ്ട്. അമ്മ ത്രേസ്യയെ ആദ്യം നോക്കാം. അതായത് തൻ്റെ ആശ്രമ ചിട്ടകളിൽ, തൻ്റെ സന്യാസ ചിട്ടകളിൽ ഏറ്റവും കൂടുതൽ കർക്കശ സ്വഭാവമുള്ള ഒരു കന്യാസ്ത്രീ ആയിരുന്നു വിശുദ്ധ അമ്മ ത്രേസ്യ. ഈ അമ്മ ത്രേസ്യയ്ക്ക് ഉണ്ണീശോ എപ്പോഴും പ്രത്യക്ഷപ്പെടുമായിരുന്നു. കൂടെ കൂടെ പ്രത്യക്ഷപ്പെട്ട് മണിക്കൂറുകളോളം അമ്മ ത്രേസ്യയും ഉണ്ണീശോയും സംസാരിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ആ ആശ്രമത്തിൽ എപ്പോഴെങ്കിലും മണിയടിക്കുകയോ ഭക്ഷണത്തിനോ പ്രാർത്ഥനയ്ക്കോ എപ്പോഴെങ്കിലും മണിയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ ത്രേസ്യ ഉണ്ണീശോയോട് പറയും, ഉണ്ണീശോ, ഇപ്പോൾ ആശ്രമത്തിലെ മണിയടിച്ചു, എനിക്കിപ്പോൾ ഭക്ഷണത്തിന് പോകണം, എനിക്കിപ്പോൾ ജോലിക്ക് പോകണം, എനിക്ക് വേണ്ടി നീ കാത്തിരിക്കുമോ? ഉണ്ണീശോയുടെ മനോഹരമായ ഒരു ചിത്രം. അതായത് ഉണ്ണീശോ അമ്മ ത്രേസ്യ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുന്ന ആ മനോഹരമായ ചിത്രം നമുക്ക് കാണാം. വീണ്ടും സ്പെയിനിലെ അമ്മ ത്രേസ്യയിൽ നിന്ന് ഫ്രാൻസിലെ കൊച്ചു ത്രേസ്യയിലേക്ക് എത്തുമ്പോൾ കൊച്ചു ത്രേസ്യയും ഇതുപോലെ തന്നെ ഉണ്ണീശോയോട് അഗാധമായ ഭക്തിയുള്ളവളായിരുന്നു. കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ മണിയടിക്കുന്ന സമയത്ത് കൊച്ചു ത്രേസ്യ പറയുന്ന മനോഹരമായ വാക്യമുണ്ട്, ഉണ്ണീശോ, എനിക്കിപ്പോൾ ഈ ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്, പക്ഷേ ഞാൻ പോകുന്നില്ല, കാരണം എനിക്ക് നിന്നോടൊപ്പം ആയിരിക്കാനാണ് ഇഷ്ടം. ഞാൻ എൻ്റെ ഭക്ഷണം ആത്മാക്കൾക്ക് വേണ്ടി പരിത്യജിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ആത്മീയതയുടെ 2 തലങ്ങളാണ് നാം കണ്ടത്. കൊച്ചു ത്രേസ്യയുടെയും അമ്മ ത്രേസ്യയും ഉണ്ണീശോയെ കണ്ട മനോഹരമായ ചിത്രം. ഇനി ഇപ്പോൾ നാം ഇരിക്കുന്നത് ലൂർദിലെ ബെർണദീത്തയിലാണ്. ബെർണദീത്ത എന്ന വിശുദ്ധ വളരെ അഗാധമായ ഭക്തിയുള്ളതും വിശുദ്ധമായ ജീവിതം നയിക്കുന്നതുമായ ഒരു വിശുദ്ധയാണ് ലൂർദിലെ ബെർണദീത്ത. ഈ ബെർണദീത്തയും ഇതുപോലെ തന്നെ ഉണ്ണീശോ പ്രത്യക്ഷപ്പെടണം എന്ന് ഒത്തിരി ആഗ്രഹിച്ച ഒരു വിശുദ്ധയാണ്. പക്ഷേ ഒരു ദിവസം അവളുടെ മഠാധിപ അവളോട് ചോദിക്കുകയാണ്, ബെർണദീത്ത, ഇനി നിന്റെ മുൻപിൽ ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടാൽ നീ എപ്രകാരമായിരിക്കും ഉണ്ണീശോയോട് പെരുമാറുക? അമ്മ ത്രേസ്യ പറഞ്ഞതുപോലെ, ഉണ്ണീശോ, നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുക, ഞാൻ പോയി ഭക്ഷിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഉണ്ണീശോയെ നീ ഇവിടെ കാത്തിരുത്തുമോ? അതോ കൊച്ചു ത്രേസ്യ ചെയ്തതുപോലെ ഉണ്ണീശോയോടൊപ്പം സല്ലപിച്ച് ഇരിക്കുമോ? ബെർണദീത്ത ഒട്ടും സംശയിക്കാതെ പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഞാൻ ഉണ്ണീശോയെ ഒപ്പം കൂടെ കൊണ്ടുപോകും, എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് വർത്താനം പറയും. സ്നേഹം നിറഞ്ഞവരെ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് സ്നേഹിക്കുന്ന 3 വിശുദ്ധരെ നാം കണ്ടു. വിശുദ്ധ കൊച്ചു ത്രേസ്യയെയും വിശുദ്ധ അമ്മ ത്രേസ്യയെയും വിശുദ്ധ ബെർണദീത്തയെയും. ഉണ്ണീശോ എന്നത് മനോഹരമായ ഒരു സ്നേഹം തന്നെയാണ്. നമുക്ക് എപ്രകാരം വേണമെങ്കിലും ആക്കിയെടുക്കാവുന്ന കുഞ്ഞ് ഉണ്ണീശോ. ആ ഉണ്ണീശോയെ ആരാധിക്കാനും കൂടുതൽ സ്നേഹിക്കാനുമാണ് ഓരോ ക്രിസ്മസ് നമ്മെ ക്ഷണിക്കുന്നത്.
അങ്ങ് ആഫ്രിക്കയിലും അരുണാചലിലും പോയി മിഷൻ പ്രവർത്തനം ചെയ്യണമെന്നോ അല്ലെങ്കിൽ വലിയ വലിയ പുണ്യപ്രവൃത്തികൾ ചെയ്യണമെന്നോ അല്ല. നമ്മുടെ കൂടെ ആയിരിക്കാനുള്ള ഒരു സ്വർഗം തന്നെയാണ് നമ്മുടെ ഉണ്ണീശോ. ഭക്ഷണം കഴിക്കുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും പഠിക്കാനിരിക്കുമ്പോഴും നമ്മുടെ അടുത്ത് കൊണ്ടുപോകാവുന്ന മനോഹരമായ ഒരു ഉണ്ണീശോ. ആ ഉണ്ണീശോയെ ഓർക്കേണ്ട, ആ ഉണ്ണീശോയെ ആത്മീയ ആനന്ദമാക്കേണ്ട സമയമാണ് ഇത്. വിശുദ്ധ ബൈബിളിലേക്ക് കടന്നു വരാം. ബൈബിൾ തുറക്കുമ്പോൾ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിൽ തന്നെ കാണുന്ന മനോഹരമായ ഒരു ചിന്തയുണ്ട്. അതായത് ആദത്തിൻ്റെയും ഹവ്വയുടെയും കൂടെ നടക്കുന്ന ദൈവം, കൂടെ നടക്കുന്ന ദൈവത്തെ, സായാഹ്നത്തിൽ കൂടെ നടക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. പിന്നീട് ബൈബിളിലെ ഓരോ അധ്യായങ്ങളും കഴിഞ്ഞ് മറ്റു പുസ്തകങ്ങളിലേക്ക് എത്തുമ്പോൾ ഇസ്രായേൽ ആ വേദനിച്ചുള്ള അവരുടെ പുറപ്പാട് ഭാഗത്ത് അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും അവരുടെ കൂടെ പോകുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട്. പിന്നീടും നാം കാണുന്നുണ്ട് വാഗ്ദാന പേടകത്തിൽ അവരെ ഭരിക്കുന്ന ഒരു രാജാവായി കാണുന്ന ദൈവത്തെ നാം പിന്നീട് കാണുന്നു. അതിനുശേഷം വീണ്ടും നാം കാണുന്നു പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരുടെയും അവരെ ഭരിക്കുന്ന ദൈവത്തെ. സ്നേഹം നിറഞ്ഞവരെ, പിന്നീട് പുതിയ നിയമമാണ്, സ്നേഹത്തിൻ്റെ പുതിയ നിയമം. ആ പുതിയ നിയമത്തിൽ നാം കാണുന്നത് അപ്പമായി നമ്മുടെ ഒപ്പമാകുന്ന ഈശോയെയാണ്. സ്നേഹം നിറഞ്ഞവരെ, അപ്പമായി ഒപ്പമാകുന്ന ഈശോ, തികച്ചും സ്നേഹം നിറഞ്ഞ ഈശോ. അവൻ ദാരിദ്ര്യം അനുഭവിച്ചു, പട്ടിണി അനുഭവിച്ചു. ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും അതുപോലെ തന്നെ വേവലാതിയുടെയും ദുഃഖത്തിൻ്റെയും പാരമ്യത്തിലിരിക്കുന്ന ജോസഫിൻ്റെയും മേരിയുടെയും മകനായി ജനിച്ചു. എന്തിനു വേണ്ടി? അവൻ ദാരിദ്ര്യം അനുഭവിച്ചു, ദാരിദ്ര്യം എന്തെന്ന് മനസ്സിലാക്കാൻ. അവൻ വേദന അനുഭവിച്ചു, വേദന എന്തെന്ന് മനസ്സിലാക്കാൻ. അവൻ അനുഭവിക്കാത്തതായി ഒന്നുമില്ല. എന്തിനാണ്? എല്ലാം നമുക്ക് വേണ്ടി. ഈ പൊന്നുണ്ണിയെ നമുക്ക് ആരാധിക്കാം. വത്തിക്കാനിലെ ഇപ്രാവശ്യത്തെ പുൽക്കൂട്ടിൽ ഒരു മനോഹരമായ ചിത്രമുണ്ട്. അത് മറ്റൊന്നുമല്ല, പുൽക്കൂട്ടിൽ ഉണ്ണീശോയുണ്ട്, മാതാവുണ്ട്, ഔസേപ്പിതാവുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ 3 കപ്പൂച്ചിൻ വൈദികരുമുണ്ട്, 3 കപ്പൂച്ചിൻ സന്യാസിമാരുണ്ട്. അതിലൊന്ന് ഫ്രാൻസിസ് അസീസിയാണ്. എന്തുകൊണ്ടാണ് പുൽക്കൂട്ടിൽ ഫ്രാൻസിസ് അസീസിയെ വെച്ചത്? കാരണം മറ്റൊന്നുമല്ല, 1233 ആദ്യമായി ഇറ്റലിയിൽ ഫ്രാൻസിസ് അസീസി ആദ്യമായി പുൽക്കൂട് ഉണ്ടാക്കുന്നത്. ഈ പുൽക്കൂട് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രാൻസിസ് അസീസി തൻ്റെ കയ്യിൽ ഉണ്ണീശോയെ എടുത്ത് കുറേ നേരം നോക്കി ധ്യാനിച്ചു നിന്നു. പക്ഷേ കണ്ടു നിന്നവർ പിന്നീട് പറയുന്നത് ആ കയ്യിലുള്ള ഉണ്ണി പിന്നീട് അതൊരു ഉണ്ണീശോയായി മാറി എന്നാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ ഫ്രാൻസിസ് അസീസി കണ്ട ഉണ്ണീശോ അത് പെട്ടെന്നുണ്ടായ ഒരു ഭക്തിയായിരുന്നില്ല. നന്നേ ചെറുപ്പത്തിൽ മുതലേ അവന് ഉണ്ണീശോയോട് അഗാധമായ സ്നേഹമുണ്ടായിരുന്നു. ഒരു ദിവസം ഫ്രാൻസിസ് ബാലനായിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മുടെ പട്ടണത്തിൽ, ഫ്രാൻസിസ് ആയിരിക്കുന്ന പട്ടണത്തിൽ കച്ചവടവും ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കച്ചവടവും അതുപോലെ തന്നെ മറ്റ് ആഘോഷ പരിപാടികളും തകൃതിയായി നടക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഫ്രാൻസിസിന് വിഷമമായി. കാരണം ക്രിസ്മസ് ട്രീ ഉണ്ട്, ക്രിസ്മസ് സ്റ്റാർ ഉണ്ട്, ക്രിസ്മസ് കാർഡുണ്ട്, ക്രിസ്മസ് കേക്ക് ഉണ്ട്, ക്രിസ്മസ് വിഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആണല്ലോ ആഘോഷിക്കുന്നതെന്നോർത്ത് അവന് വിഷമമായി. അങ്ങനെ ഇത്തിരി സ്വസ്ഥതയ്ക്ക് വേണ്ടി അവൻ പള്ളിയിലേക്ക് വരികയാണ്. പള്ളിയിൽ വന്നപ്പോൾ അവൻ കാണുന്ന കാഴ്ച, യുവ വൈദികനായിരുന്ന ഒരു വൈദികൻ ഘോരമായി സുവിശേഷം പ്രഘോഷിക്കുകയാണ്. അതങ്ങനെ മിനിറ്റുകൾ കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പള്ളിയുടെ മുൻപിലുണ്ടായിരുന്ന ആ കുഞ്ഞ് ഫ്രാൻസിസ് അസീസി ചാടി എഴുന്നേറ്റ് പറയുകയാണ്, ഒന്ന് കുറച്ചു നേരം മിണ്ടാതിരിക്കുമോ? എനിക്ക് ഉണ്ണിയുടെ കരച്ചിൽ കേൾക്കണം എന്ന്. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും പല തിരക്കുകളിലാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് ഡെക്കറേഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോകുവാനുള്ള തിരക്കുകളിലാണ്. പക്ഷേ ഒന്ന് ഒതുങ്ങി നിന്ന്, ഒന്ന് അടങ്ങിയിരുന്ന് ഉണ്ണീശോയുടെ കരച്ചിൽ നമുക്കും ആസ്വദിക്കാം. ഉണ്ണീശോയുടെ കരച്ചിൽ നമുക്കും കേൾക്കാം. ഉണ്ണീശോ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഉണ്ണീശോ കരഞ്ഞത് സത്രത്തിൽ ഇടം ലഭിക്കാഞ്ഞത് കൊണ്ടാണ്. സത്രത്തിൽ ഇടം ലഭിക്കാതിരുന്ന ആ കുഞ്ഞുണ്ണി കരഞ്ഞത്, അന്ന് ഇടം ലഭിക്കാതിരുന്ന ആ ഇടം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ണീശോയ്ക്ക് ഇടം നൽകിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. സ്നേഹം നിറഞ്ഞവരെ, അപ്പോൾ നമ്മുടെ കാതുകളിലും നാം കേൾക്കും,
രാജാക്കന്മാർ കേട്ടതും ആട്ടിടയന്മാർ കേട്ടതുമായ ആ സംഗീതം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, സമാധാനം, സമാധാനം.